ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ ഭാഗം 5 സെക്ഷൻ 36 ഇന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ 36 ഡെഫിനിഷൻ എന്ന് പറയുന്നത് പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ്. അതായത് അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്നും അതുകൂടാതെ ആ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണെന്നാണ് 36 പറയുന്നത്. 36 ഒന്ന് വായിക്കാം. എവറി പോലീസ് ഓഫീസർ വൈൽ മേക്കിംഗ് ആൻ അറസ്റ്റ് ഷാൾ 36 സബ്സെക്ഷൻ എ എന്ന് പറയുന്നത് ബിയർ ആൻ ആക്യുറേറ്റ് വിസിബിൾ ആൻഡ് ക്ലിയർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഹിസ് നെയിം വിച്ച് ഷാൾ ഫെസിലിറ്റേറ്റ് ഈസി ഐഡൻറ്റിഫിക്കേഷൻ. അതായത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ പേര് വ്യക്തമായിരിക്കണം. അതിനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിപ്പോൾ യൂണിഫോമിലാണെങ്കിൽ നെയിം പ്ലേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ യൂണിഫോമിലല്ലാത്ത ഉദ്യോഗസ്ഥനാണെങ്കിൽ അവർക്ക് ID കാർഡ് കാണിക്കാം. അതായത് ഈ അറസ്റ്റ് ചെയ്യുന്നത് ആരാണെന്ന് ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് വ്യക്തമായിരിക്കണം. അതാണ് ഈ 36A കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ അടുത്ത B, പ്രിപ്പയർ എ മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റ് വിച്ച് ഷാൾ ബി. അതായത് ഈ ഉദ്യോഗസ്ഥൻ ഒരു അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കണം നിർബന്ധമായിട്ടും. അതിനകത്ത് മെമ്മോറാണ്ടത്തിന് എന്തൊക്കെ വേണം? 1, അറ്റസ്റ്റഡ് ബൈ അറ്റ്ലീസ്റ്റ് 1 വിറ്റ്നസ് ഹു ഈസ് എ മെമ്പർ ഓഫ് ദ ഫാമിലി ഓഫ് ദ പേഴ്സൺ അറസ്റ്റഡ് ഓർ എ റെസ്പെക്റ്റബിൾ മെമ്പർ ഓഫ് ദ ലൊക്കാലിറ്റി വെയർ ദ അറസ്റ്റ് ഈസ് മെയ്ഡ്. അതിനകത്ത് മെമ്മോറാണ്ടത്തിൽ ആദ്യം വേണ്ടത്, അതിനകത്ത് നിർബന്ധമായിട്ട് ഒന്നാമത് വേണ്ടത് ഒരു സാക്ഷിയുടെ അറ്റസ്റ്റേഷനാണ്. സാക്ഷിയുടെ ഒപ്പാണ് വേണ്ടത്. ആ സാക്ഷി ആരൊക്കെ ആവാം? ഒന്നുകിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ വീട്ടിലെ റിലേറ്റീവ് ആയിരിക്കണം. അതല്ല, റിലേറ്റീവ് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ആ ലൊക്കാലിറ്റിയിലുള്ള റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ആളായിരിക്കണം ആ വിറ്റ്നസ്സായിട്ട് അറ്റസ്റ്റ് ചെയ്യേണ്ടത്. അതുകൂടാതെ രണ്ടാമത് കൗണ്ടർ സൈൻഡ് ബൈ ദ പേഴ്സൺ അറസ്റ്റഡ്. അത് ആ മെമ്മോറാണ്ടത്തിൽ കൗണ്ടർ സൈനും ചെയ്യണം. ആര്? അത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് കൗണ്ടർ സൈൻ ചെയ്യേണ്ടത്. ഇൻ കേസ്, അതായത് 36C പറയുന്നത് ഇൻഫോം ദ പേഴ്സൺ അറസ്റ്റഡ് അൺലെസ് ദ മെമ്മോറാണ്ടം ഈസ് അറ്റസ്റ്റഡ് ബൈ എ മെമ്പർ ഓഫ് ഹിസ് ഫാമിലി ദാറ്റ് ഹി ഹാസ് എ റൈറ്റ് ടു ഹാവ് എ റിലേറ്റീവ് or a friend or any other person named by him to be informed of his arrest. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ മെമ്മോറാണ്ടത്തിൽ ഒപ്പിടുന്നത് റിലേറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ഒരു അവകാശമുണ്ട്. ആ അവകാശം എന്താണെന്ന് വെച്ചാൽ ഒപ്പിടുന്ന റിലേറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ഈ അറസ്റ്റിനെ കുറിച്ചുള്ള വിവരം ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്ക് അറിയിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ റിലേറ്റീവിനെയോ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ അയാൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ, അതാരേ ആവാം, അയാളെ അറിയിക്കാനുള്ള അവകാശം ഈ വ്യക്തിക്കുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്കുണ്ട്. അത് ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കണം, ഇൻഫോം ചെയ്തിരിക്കണം. അദ്ദേഹത്തിൻ്റെ ആ അവകാശത്തെക്കുറിച്ച് ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ അറിയിച്ചിരിക്കണം. അതാണ് C പറയുന്നത്. അപ്പം 36 ഒന്നും പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ. ഡ്യൂട്ടീസ് ഓഫ് പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ്. അടുത്ത പ്രൊസീജിയർ എന്താണ്? നമ്മളെ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ പേര് കാണുന്ന രീതിയിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ അവിടെ നടക്കണം. അതായത് ഈ അറസ്റ്റ് ചെയ്യുന്ന ആരാണെന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് വ്യക്തമായിരിക്കണം. രണ്ടാമത് B പറയുന്നത് ഒരു അറസ്റ്റ് മെമ്മോറാണ്ടം ആ ഉദ്യോഗസ്ഥൻ തയ്യാറാക്കണം. അതിൽ ഒരു സാക്ഷിയായിരിക്കണം. ആ സാക്ഷി ഒന്നുകിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുടെ റിലേറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം. അതുകൂടാതെ കൗണ്ടർ സൈൻ ചെയ്യേണ്ടത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയായിരിക്കണം. ഇൻ കേസ് റിലേറ്റീവിൻ്റെ ഒപ്പ് കിട്ടിയില്ല, അല്ലെങ്കിൽ സാക്ഷിയായിട്ട് റിലേറ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ മറ്റ് റിലേറ്റീവിനെയോ അല്ലെങ്കിൽ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളെ, ഏതെങ്കിലും ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇത് അറിയിക്കാനുള്ള അവകാശം ഉണ്ട് ആ വ്യക്തിക്കുണ്ട്. അത് പോലീസ് ഇദ്ദേഹത്തെ അറിയിച്ചിരിക്കണം ഇങ്ങനൊരു അവകാശം ഉണ്ടെന്നുള്ളത്. അതാണ് 36 പറയുന്നത്. അടുത്തത് നോക്കുന്നത് BNSS സെക്ഷൻ 37 സെക്ഷൻ 37 ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ എന്നാണ്. അപ്പം 37 എന്താണെന്ന് നോക്കാം. 37 പറയുന്നത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൾ എസ്റ്റാബ്ലിഷ് എ പോലീസ് കൺട്രോൾ റൂം ഇൻ എവറി ഡിസ്ട്രിക്ട് ആൻഡ് അറ്റ് സ്റ്റേറ്റ് ലെവൽ. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാ ജില്ലയിലും ഒരു സ്റ്റേറ്റ് ലെവലിലും ഒരു പോലീസ് കൺട്രോൾ റൂം ഉണ്ടാക്കണം എന്നാണ് 37 സബ്സെക്ഷൻ എയിൽ പറയുന്നത്. അതിൻ്റെ ബിയിൽ പറയുന്നത് ഡെസിഗ്നേറ്റ് എ പോലീസ് ഓഫീസർ ഇൻ എവറി ഡിസ്ട്രിക്ട് ആൻഡ് ഇൻ എവറി പോലീസ് സ്റ്റേഷൻ not below the rank of Assistant Sub-Inspector of Police who shall be responsible for maintaining the information about
the names and addresses of the person arrested, nature of the offence with which charged, which shall be prominently displayed in any manner including in digital mode in every police station and at the district headquarters. അപ്പം 37B പറയുന്നത് എല്ലാ സ്റ്റേഷനിലും എല്ലാ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഡെസിഗ്നേറ്റ് ചെയ്യണം. അത് മിനിമം ASI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ പേര്, അഡ്രസ്സ്, എന്തിനാണ്, നേച്ചർ ഓഫ് ഒഫൻസ്, അതുകൂടാതെ ഏതൊക്കെ സെക്ഷനാണ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്നിവയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഒരു ഡിജിറ്റൽ മോഡിലോ മറ്റേതെങ്കിലും മോഡിലോ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കണം. ആ വിവരം എല്ലാ പോലീസ് സ്റ്റേഷനിലും വേണം. അതുകൂടാതെ എല്ലാ ഡിസ്ട്രിക്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലും വേണം. അപ്പം ഇതിൻ്റെ ഈ സെക്ഷൻ 37ൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അറസ്റ്റ് എന്ന ഒരു പ്രൊസീജിയറിന് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക. അപ്പം അതാണ് 37ൻ്റെ ഉദ്ദേശം. 37 ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസറാണ്. അപ്പോൾ എല്ലാ ജില്ലയിലും സ്റ്റേറ്റ് ലെവലിൽ ഒരു കൺട്രോൾ റൂം തുറക്കണം. അതുകൂടാതെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലും ഒരു ASI റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ ഡെസിഗ്നേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടി? അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുടെ ഫുൾ ഡീറ്റെയിൽസും അറസ്റ്റ് ചെയ്യപ്പെടുന്ന കുറ്റത്തിൻ്റെ ഡീറ്റെയിൽസും രേഖപ്പെടുത്തി വയ്ക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ സെപ്പറേറ്റ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യണമെന്നാണ് സെക്ഷൻ 37 പറയുന്നത്.